ഹലോ, വെൽക്കം ടു ചിമ്മാസ് കിച്ചൺ. ഇന്ന് എന്നത്തെയും പോലെ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇന്നിപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. അതായത് നല്ല തേങ്ങ അരച്ചിട്ടുള്ള മത്തിക്കറി. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ചിരകിയ തേങ്ങയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ച് കുറച്ച് വെള്ളം ചേർത്ത് 4 ടേബിൾ സ്പൂൺ 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് കുതിർത്ത് വെക്കണം. ഞാനിവിടെ 1 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ചാൽ മതിയാകും. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ള മത്തി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ മീനായിരുന്നു എനിക്ക് കിട്ടിയത്, അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നേരെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഞാനൊരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടൊമാറ്റോ നീളത്തിൽ മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ടാമറിൻഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുള്ള ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ തേങ്ങ ജീരകം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി നന്നായിട്ട് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടി വേണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. അരപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കണം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം കൂടി, ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അരപ്പിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ശരിക്കും ചട്ടിയിലല്ലാണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ചട്ടിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ക്ലീശേ ഉണ്ട് എല്ലാവർക്കും. അപ്പം അങ്ങനെയല്ല, ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഓരോരോ 5 മിനിറ്റ് കൂടുമ്പോൾ, മൊത്തത്തിൽ 15 മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. 5 മിനിറ്റ് കൂടുമ്പോൾ അടുപ്പ് മാറ്റി ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇട്ട തക്കാളി അതുപോലെ തന്നെ മീനൊക്കെ ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഓയിൽ മേലെ ഒന്ന് കോട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് മേലെ കോട്ടിംഗ് ആയിട്ട് വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞ്. ടോട്ടൽ 15 മിനിറ്റാണ് ഞാനിതിനൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഫിഷ് കറിയിലേക്ക് നമുക്ക് താളിച്ചിടാനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരു 1/2 ഓണിയൻ, ഒരു 1/2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മീൻകറിയിലേക്ക് താളിച്ചിടാനായിട്ടാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്രയല്ല, അതിനെക്കാട്ടും കുറച്ച് ഒരു 1/8 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് താളിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് താളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ആ ഒരു മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മീൻകറി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ വീണ്ടും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഒരു ഒറ്റ ടൈമിലാണ് എല്ലാം ഈ ഒരു ഫിഷിൻ്റെ കൂടെ ഇതിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല വറ്റിച്ച നല്ല ഫിഷ് കറി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താളിച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
മീനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മീനൊന്നും ഉടഞ്ഞു പോകുന്നു പേടിക്കേണ്ട, ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ചാനൽ വാച്ച് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.